ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച് വെച്ച് നല്ലൊരു അടിപൊളി ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ്. ഇത് സാധാരണ എൻ്റെ വീട്ടിലൊക്കെ അമ്മ വയ്ക്കാറുള്ള ഇഞ്ചിക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് 250 ഗ്രാം അളവിലാണ് ഇഞ്ചി എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കുക. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. 2 പ്രാവശ്യമായിട്ട് ചെയ്തെടുത്താൽ മതി. ഞാനത് വീഡിയോയിലൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അതായത് ഇപ്പോൾ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇതിൽ കാണുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ഇതിൻ്റെ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുക്കണം. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ജ്യൂസ് ഇങ്ങ് ഇറങ്ങി വരും കേട്ടോ. ഇനി ഇത് കയ്യിൽ വെച്ച് പറ്റിയില്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ച് പിഴിഞ്ഞെടുത്താലും മതി. ഇനി നമുക്ക് ആ ജ്യൂസ് ഒരിടത്തേക്ക് അനക്കാതെ മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ഇഞ്ചി ഇതാ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായിലേക്ക് 3/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 7-8 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം കേട്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ് കേട്ടോ. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും പൊടിയാണ് കയ്യിലുള്ളതെങ്കിൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി ഇതാ ഈ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ദാ ഇത് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പെരിഞ്ജീരകത്തിൻ്റെ ഉലുവയുടെയും പൊടിയാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതാ ഇപ്പം നല്ലപോലെ ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ മാറി നന്നായിട്ട് തണുത്ത് വരട്ടെ. ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാവുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 6 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വട്ടത്തിൽ അരിഞ്ഞ് വേണം കേട്ടോ ചേർക്കാൻ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഇതുപോലെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പിനടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച് ഇഞ്ചിയുടെ ജ്യൂസ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ അടിയിൽ ഇതുപോലൊരു ലെയർ ഉണ്ടാവും. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ജ്യൂസാക്കി എടുത്തത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ് കേട്ടോ. ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുളി നന്നായി പിഴിഞ്ഞതിന് ശേഷം ആ വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പുളി ഉപ്പും ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് നല്ലപോലെ കുറുക്കി വരണം കേട്ടോ. കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണമെന്നില്ല, ഇടവിട്ട് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ കുറുകിയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത്ര മാത്രം ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ പുളിയും ഉപ്പും ഒക്കെ ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് മധുരം മുന്നിട്ട് നിൽക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഉപ്പും പുളിയും മധുരവും ഒക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്. ഈ ഇഞ്ചിക്കറി തലേ ദിവസം വെച്ച് പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഇതിലേക്ക് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയുന്നത്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ ഒരു ഇഞ്ചിക്കറി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു രീതിക്കാണ് ഇഞ്ചിക്കറി വെക്കുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്